കൊടകര ഗ്രാമപഞ്ചായത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.ജി. രജീഷ് ബജറ്റ് അവതരിപ്പിച്ചു. 38,73,59,644 രൂപ വരവും 36,97,61,764 രൂപ ചെലവും 1,75,97,880 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ സമ്പൂർണ്ണ ഭവന നിർമ്മാണം, ആരോഗ്യ സാമൂഹ്യക്ഷേമം, പശ്ചാത്തല സൗകര്യ വികസനം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 1,07,44,375 രൂപയും, മൃഗസംരക്ഷണത്തിന് 11,17,000 രൂപയും, മത്സ്യമേഖലയ്ക്ക് 5 ലക്ഷം രൂപയും, ആരോഗ്യ മേഖലയ്ക്ക് 87,27,000 രൂപയും, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 23,70,000 രൂപയും, വനിതകൾക്ക് 2,34,000 രൂപയും, വയോജനങ്ങൾക്ക് 48 ലക്ഷം രൂപയും, കുട്ടികൾ, ഭിന്നശേഷി വിഭാഗങ്ങൾ എന്നിവർക്ക് 20,10,000 രൂപയും, അങ്കണവാടി പോഷകാഹാരത്തിന് 43,78,382 രൂപയും, മാലിന്യ ശുചിത്വ മേഖലകൾക്ക് 81,54,620 രൂപയും, റോഡ് മേഖലയ്ക്ക് 3,52,50,000 രൂപയും, കുടിവെള്ള വിതരണ പദ്ധതികൾക്കായി 30,12,045 രൂപയും, പാലിയേറ്റീവ് കെയർ പദ്ധതികൾക്ക് 10 ലക്ഷം രൂപയും, പാർപ്പിട മേഖലയ്ക്ക് 8,25,55,200 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ച ഭരണസമിതിയാണ് ബജറ്റിന് അംഗീകാരം നൽകിയത്. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്തിലെയും ഘടക സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. എന്നിവയെ പങ്കാളിയാക്കാൻ സാധിക്കും. ആരോഗ്യരംഗത്ത് വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും രോഗാതുരത കുറയ്ക്കുമെന്ന വീക്ഷണമാണ് ബഡ്ജറ്റ് പിന്തുടരുന്നത്. ഹരിത കേരള മിഷൻ ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുകയാണ്. പാർപ്പിട പ്രശ്നം പരിഹരിക്കാനുള്ള മഹായജ്ഞമാണ് സംസ്ഥാനത്ത് ലൈഫ് മിഷൻ ഏറ്റെടുത്തിട്ടുള്ളത്. കാർഷിക മേഖലയിലെ മറ്റു പ്രവർത്തനങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വകയിരുത്തലുകൾ വേറെയും നടത്തിയിട്ടുണ്ട്. നമുക്കതുപോലെ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ നേട്ടങ്ങൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്, നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന മാർച്ച് മാസം അവസാനത്തോടുകൂടി കൊടകര ഗ്രാമപഞ്ചായത്തും മാലിന്യ സംസ്കരണം പൂർണ്ണമായി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ